ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. ഗർഭകാലം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാലവും എന്നിരുന്നാൽ പോലും അവരുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിലായാലും കുറച്ചുകൂടെ ഒരു ആൻസൈറ്റിയൊക്കെ ഉള്ള ഒരു കാലമാണ് ഗർഭകാലം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പേടിയോ ഭയമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുഞ്ഞിനെ ബാധിക്കുമോ എന്നുള്ള ഒരു അലട്ടൽ നമ്മളുടെ മനസ്സിലുണ്ടാവും, ഗർഭിണികളുടെ മനസ്സിലുണ്ടാവും. അതുപോലെ തന്നെ അത് നോക്കി നിൽക്കുന്ന ചുറ്റും ഉള്ളവർക്കും അതേ ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഈ ഗർഭകാല സമയത്ത് പേടി അല്ലെങ്കിൽ ഭയം എന്നിവ ഉണ്ടാവുന്നത് സാധാരണയായിട്ട് കാണുന്നതാണ്. പക്ഷേ ഇതിനെ വെച്ചിട്ട് ഓൾറെഡി ഇപ്പോൾ ആ സമയം ഒരു പേടിയുണ്ടെങ്കിൽ ഭയം ഉണ്ടായി ഒരു കാര്യം സംഭവിച്ചു എന്നുള്ളത് അത് കൂടിപ്പോയോ 1-2 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ആ ഒരു പേടി മാറിയാൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ എന്നിരുന്നാലും അത് കണ്ടിന്യൂസ് ആയിട്ട് അതിനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന് ആഹാരമില്ല, ഉറക്കമില്ല, എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുക എന്നിവയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിന് പ്രോപ്പറായിട്ടൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മളുടെ ബോഡിയും ഫങ്ഷനിങ് നേരെയായിട്ട് നടക്കുന്ന ഇതേപോലെ സ്ട്രെസ്സും അല്ലെങ്കിൽ ഡിപ്രസ്ഡ് മൂഡിലൊക്കെയാണ്, ആഹാരം കഴിക്കുന്നില്ല, ഉറക്കമില്ല എന്നീ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് കുഞ്ഞിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ അമ്മ എന്നുള്ളൊരു വ്യക്തി ഹെൽത്തി ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മാത്രമേ ജനിക്കുന്ന കുഞ്ഞും അതുപോലെ നല്ല ആരോഗ്യമായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ഈ ഗർഭകാല സമയത്ത് നമ്മൾ എത്ര ഹാപ്പി ആയിട്ട് നമ്മൾ നല്ല ആരോഗ്യമായിട്ട് ഇരിക്കുന്നോ അത് നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടാൻ സഹായിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അലട്ടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ തന്നെ, ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റിനെ തന്നെ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറിനെയൊക്കെ തന്നെ നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കുന്ന പ്രശ്നങ്ങളാണ് പേടി എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞങ്ങ് തീർത്ത് അതിനൊരു സൊല്യൂഷനും ഡോക്ടർ പറഞ്ഞു തരും. അല്ലാതെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് മനസ്സിലിങ്ങനെ വീണ്ടും വീണ്ടും അതിനെപ്പറ്റി ഓർത്ത് ദുഃഖിച്ചിരിക്കരുത്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം കൊണ്ടുപോവുകയാണെങ്കിലേ പ്രശ്നമുള്ളൂ. ഭയമൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്, പെട്ടെന്നൊക്കെ ഉള്ളത്. അത് 2-3 ദിവസം കഴിയുമ്പം അതങ്ങ് മാറ്റിയാൽ ഓക്കെയാണ്, മൈൻഡ് ഓക്കെയാണ്. പക്ഷേ ഇത് വീണ്ടും ഇതേപോലെ ഇങ്ങനെ ഓർത്തിരിക്കുന്നത് അത് കുഞ്ഞിനെ ബാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.